വണ്ടി വണ്ടി തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി എന്നാണല്ലോ നമ്മൾ പഠിച്ചത്. എന്നാൽ ഇതാ ഹൈഡ്രജൻ തിന്നും തീവണ്ടി എത്തിക്കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ ചെറിയൊരു വിശകലനം, റിന്യൂവബിൾ എനർജിനെ കുറിച്ച് ഒരു അനലൈസിസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. 2025 ജൂലൈ 25 ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഹൈഡ്രജൻ പവേർഡ് ഡ്രൈവിംഗ് പവർ കാർ വിജയകരമായി പരീക്ഷിച്ചു. ഇതിൻ്റെ എൻജിൻ്റെ കപ്പാസിറ്റി 1200 HP ആണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഹൈഡ്രജൻ ട്രെയിനിലെ എൻജിനാണിത്. ഇത് ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് എന്നൊരു കൺസെപ്റ്റിലൂടെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്നത്. ഭാവി പദ്ധതികൾ 35ഓളം ട്രെയിനുകൾ ഇതേപോലെ ചെയ്യാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ റൂട്ടിൽ ജിന്ദ് സോനിപ്പട്ട് എന്ന് പറഞ്ഞത് 89 കിലോമീറ്റർ ദൂരമുള്ള റൂട്ടിലാണ് ഈ വണ്ടി ആദ്യമായി ഓടാൻ പോകുന്നത്. ഇതിൻ്റെ ഓപ്പറേഷൻ സ്പീഡ് 110 കിലോമീറ്റർ വേഗതയിൽ മണിക്കൂറിലാണ് ഇത് ഓടാൻ പോകുന്നത്. ട്രെയിനിൻ്റെ ഘടന ഏകദേശം 8 മുതൽ 10 കോച്ച് വരെ ഉണ്ടാവും. 2600 യാത്രക്കാർക്ക് ശേഷിയുള്ള ഒരു മോഡലാണ് ഈ ഡിസൈൻ. ഇതിന് ഇനി മറ്റൊരു ഹൈഡ്രജൻ പ്രൊജക്റ്റിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഒരു സന്തോഷകരമായ ഒരു ഹൈഡ്രജൻ പ്രൊജക്റ്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കാൻ പോകുന്നത്. ഇത് മറ്റൊരു ഹൈഡ്രജൻ പ്രൊജക്റ്റ് കൂടിയാണ്. കേരളത്തിൽ അഭിമാനം കൊള്ളാൻ പറ്റുന്നത്, കേരളത്തിൽ അതിവേഗം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണിത്. ഹൈഡ്രജൻ വാലി പ്രൊജക്റ്റ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഹൈഡ്രജൻ വാലി പ്രൊജക്റ്റ്, ഹൈഡ്രജൻ വാലി ഇന്നൊവേഷൻ ക്ലസ്റ്റർ എന്നാണ് ഇതിൻ്റെ പേര്, HVIC. ഈ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ 4 ഹൈഡ്രജൻ പ്രൊജക്റ്റാണുള്ളത്. അത് ഒന്ന് കേരളത്തിൽ, മറ്റൊന്ന് പൂനെയിൽ, വേറൊന്ന് ഭുവനേശ്വർ, ഒന്ന് ജോധ്പൂർ. ഓരോ ക്ലസ്റ്ററിനും 50 കോടി വീതം ഗവൺമെൻറ് സാങ്ഷൻ ചെയ്തു കഴിഞ്ഞു. ഈ ഗവൺമെൻറ് പിന്തുണ പ്രഖ്യാപിച്ചത് 50 കോടിയിൽ കൂടിയാണ്. ഇവരെല്ലാം തന്നെ ഹൈഡ്രജൻ ഉൽപാദനം, സംഭരണം, വിതരണം തുടങ്ങിയ ഘടകങ്ങൾ ഉൾക്കൊണ്ട് സമഗ്ര പൈലറ്റ് പദ്ധതികളാണ് ഗവൺമെൻറ് വന്നിരിക്കുന്നത്. 3 പദ്ധതികളാണ് ഗവൺമെൻറ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെയാണ് HVIC, കേരള പൈലറ്റ് ക്ലസ്റ്റർ. പദ്ധതി ചെലവ് 133 കോടിയാണ്. കേന്ദ്ര ബഡ്ജറ്റ് ഇതിൽ അലോട്ട് ചെയ്തിരിക്കുന്നത് 50 കോടിയാണ്. ഇതിൻ്റെ ലക്ഷ്യം ഹൈഡ്രജൻ ഓരോ ഘട്ടത്തിലും സംയുക്തമായ പരീക്ഷണ പദ്ധതികൾ നടപ്പിലാക്കുക തന്നെയാണ്. രണ്ടാമത്തെ പ്രൊജക്റ്റ് കൊച്ചി ഗ്രീൻ ഹൈഡ്രജൻ വാലി. മൊത്തം പദ്ധതി ചെലവ് 18,542 കോടിയാണ്. ഇത് പല ഘട്ടങ്ങളായിട്ടാണ് സർക്കാർ, പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൂടിയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഉന്നത ലക്ഷ്യമാണ് ഇതിന് 2040 വരെ 120 KTPA, അതായത് കിലോ ടൺ പെർ ഇയർ, അങ്ങനെയാണ് ഈ കണക്ക് ഹൈഡ്രജൻ്റെ. 2040 വരെ 120 KTPA ആണ് ഹൈഡ്രജൻ കണക്കാക്കുന്നത്. കിലോ ടൺ പെർ ആനം ഹൈഡ്രജൻ ആവശ്യകത ഉണ്ട്. 2040 വരെ 120 KTPA, കിലോ ടൺ പെർ ആനം, ഇങ്ങനെയാണ് ഇത് കണക്ക് കൂട്ടുന്നത്. ഇതിന് എക്സ്പോർട്ട് കൂടെ സാധ്യതയുണ്ട്. 40 മുതൽ 100 KTPA വരെ കയറ്റുമതി സാധ്യത ഇതിനുണ്ട്. ഏകദേശം 3600 ജോലികൾ അവസരങ്ങൾ ഇതിന് ഉണ്ടാക്കുമെന്നാണ് സർക്കാർ കരുതുന്നത്. മൂന്നാമത്തെ പ്രൊജക്റ്റ് ഹൈഡ്രജൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് പദ്ധതിയാണ്. ഈ പദ്ധതി ചെലവ് 40 കോടിയാണ്. ഇത് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി, അത് MNRE പ്രൊജക്റ്റാണ്. ഈ ഫണ്ടിങ്ങിന് VGF ഫണ്ടിങ് എന്നാണ് പറയുക. 34.84 കോടിയാണ് ഇതിന് ചിലവാക്കിയത്. ഇത് വണ്ടികൾ, ഹൈഡ്രജൻ ട്രക്ക്, റീഫില്ലിംഗ് സ്റ്റേഷനുകൾ, ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ് ഇത് ചിലവാക്കുക. ഇതിന് ഞാൻ ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും തുക ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്രയാണ് അതിന് റിട്ടേൺസ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് കേരളത്തിലെ ഹൈഡ്രജൻ വാലി പദ്ധതികളുടെ ചെലവ്
വേഴ്സസ് വരുമാനം വേഴ്സസ് ലാഭം. അതിനാണ് ROI, അങ്ങനെയാണ് ROI കണക്കൂട്ടിയിരിക്കുന്നത്. HVIC പ്രൊജക്റ്റിന്, ആദ്യത്തെ പ്രൊജക്റ്റിന് കേരള പൈലറ്റ് പ്രൊജക്റ്റ് 133 കോടിയാണ്. അതിൽ 200 കോടി തിരിച്ചു വരും, അതിന് 67 കോടി ലാഭമാണ്. കൊച്ചി ഗ്രീൻ ഹൈഡ്രോ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള ചെലവ് 18,542 ആണ്. അത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 30,000 ലാഭം 11,458 കോടി. ട്രാൻസ്പോർട്ട് പൈലറ്റ് പ്രൊജക്റ്റ് ചെലവ് 40 കോടി, അതിൽ 50 കോടി തിരിച്ചു വരും, അതിൻ്റെ അകത്ത് 10 കോടി ലാഭമാണ്. ഇങ്ങനെയാണ് ഈ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊജക്റ്റ് വളരെ സക്സസ്ഫുള്ളായ ഒരു പ്രൊജക്റ്റാണെന്നാണ് എൻ്റെ ഈ പഠനം, അതേപോലെ സർക്കാരിൻ്റെ മഹാപഠനം തെളിയിച്ചിരിക്കുന്നത്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ ഈ ഹൈഡ്രജൻ പ്രൊജക്റ്റിൻ്റെ ഈ 2 സന്തോഷ വാർത്തകൾ നിങ്ങൾക്ക് തന്നുകൊണ്ട് സൈനിങ് ഓഫ്, ഹർഷജിത്ത്.